സാർ ഡ്രിങ്ക്സ്. ഓ താങ്ക് യു. ഈ ഡ്രസ് എവിടെ നിന്ന് കിട്ടിയേ? ഓ ഫാഷൻ സെൻസ് ഉള്ള ഒരാളെങ്കിലും കണ്ടുല്ലോ. മോതിരൊക്കെ ഉണ്ടല്ലോ, ട്രെൻഡി പോയി. അതല്ല, ഇവിടുത്തെ 2 പില്ലോ കവർ മിസ്സായിട്ടുണ്ടേ. ഓൾഡ് മോങ്ങിന് ഉടുപ്പിട്ടവൻ വരെ ഏത് നേരത്തെ നമ്മ മനുഷ്യനിടാൻ തോന്നി. പൊണ്ടാറം അവളുടെ ഒരു പുതിയ ഡ്രസ്സും. ഈ മലയനോട് ചോദിക്കാം. ചെയർമാനെ, എന്താ ഈ ബികോമില് തവളത്തടി എന്ന് പറഞ്ഞ ആരെങ്കിലും ഉണ്ടോ? അറിയില്ല. എന്താ നീയേ സെക്രട്ടറിയേറ്റിന്റെ പഠിക്കാണ്ട് പാട്ടാ ഇഷ്ടല്ലേ? എടുത്തു. അതൊക്കെ തെറ്റല്ലടാ, പുള്ളിയുടെ ഇഷ്ടല്ലേ. ഫിലിം റോള് മാറി. എന്തിന് ഇത്ര അധികം താക്കോല്? എല്ലാത്തിനും ചേട്ടാ മേഡത്തിന്റെ മുറി ഏതാ? ഓക്കെ ചേട്ടാ ഇവിടെ എങ്ങനെയാ, കപ്പിൾ ഫ്രണ്ട്ലി ആണ്? കപ്പിൾ ഉള്ളവർക്ക് ഫ്രണ്ട്ലിയാ. ലിമ വന്നു. അവള് പോവാറായി. ലിമയാ? പക്ഷെ ഒരു എവിടെ എന്റെ ലിമ ഇപ്പൊ ഒരു കിരാടാ, എന്താ എങ്ങോട്ടാ പോകുന്ന ഒരു മൈൻഡിലല്ലോ. ഞാൻ ഇൻസ്റ്റയിലൊക്കെ ഒരുപാട് മെസ്സേജ് ചെയ്യുന്നു, റിപ്ലൈ ഉണ്ടില്ല. ലിമ വന്നിട്ടുണ്ട്, ഞാൻ ഒന്ന് പോയി നോക്കിട്ട് വരാം. ഞാനല്ലേ? ആര്? ഒന്നും അറിയാത്ത പോലെ ജോക്ക് 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 കള്ളൻ. എനിക്ക് മനസ്സിലായില്ല. ലിമ ലിംസനായത് അറിഞ്ഞില്ല? ഇല്ല. എടാ നിന്റെ ലിമ തന്നെ ഈ ലിംസൺ. എന്തടാ ലിമ? എന്തുവാ? എന്തടാ? എന്റെ 5-6 വർഷം. നീ വല്ലാണ്ട് ഓറാട്ടോ. കൂട്ടുകാർ എന്തൊക്കെ ആയിരുന്നു. ലിമ എവിടെ? ലിമ വന്നോ? ലിമ പോയോ? ലിമ പറക്കായിരുന്നോ? ഒരു കാര്യം പറയട്ടെ എന്ന് പറഞ്ഞിട്ട് നീ കേട്ടില്ലല്ലോ. എന്നെ ഉന്തിയിട്ടല്ലോ പോയെ. കറി 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 നിർത്തേ. ആ എടുക്കടാ. ആ ഇനി വലിച്ചോണ്ട് കരി. നിക്ക് കത്തിക്കണ്ടേ? എന്നാ ചാവ്, വലിച്ച് ചാവ്, ചാവ് ചാവ്. എന്റെ രൂപേഷ്, നമ്മളിവിടെ മരുന്നും കാത്തിക്കുന്ന ആരെങ്കിലും ചിന്തയുണ്ടാ? നമ്മളിവിടെ എന്തോ റിസ്ക് എടുത്ത് പണി ചെയ്യണേന്ന് അറിയത്. ഈ വണ്ടി എവിടെ കണ്ടിട്ടുണ്ടല്ലടാ. രൂപേഷ്, നമുക്കുള്ള മരുന്നോ? ഇതാ രൂപേഷ് അല്ലേ? സൗണ്ട് അറിയോ? ആ മീട്ടപ്പ മോറൻ എനിക്ക് കാണണ്ടവരെ. തൊപ്പിട്ടെടുത്താലോ? ഏയ് വേണ്ട വേണ്ട, അത് നമ്മുടെ എത്തിക്സിന് പാലടാ. അതെടുക്കണം, അതെടുക്ക്. സാബു അല്ലേ? നീ അറിയോ? സാബു അണ്ണൻ പണ്ട് കൂടെ നാളാ. വരട്ടെ നോക്കാം. കരയില്ലടാ, കരയില്ലടാ. നീ പോലീസുകാരുടെ ലാത്തി കണ്ടാ? ഞാൻ കണ്ടിട്ടുണ്ട്. ഈ ലാത്തി എന്ന് പറയുമ്പോ ഏകദേശം ഞാൻ പറഞ്ഞോളാം. അതുകൊണ്ട് അടിച്ചാലേ 2 വിരലിന്റെ കണത്തില പാട് വീഴ. 26 എന്നെ പുറത്തുണ്ടായി. എന്നിട്ട് ഞാൻ കരഞ്ഞിട്ടില്ല. നീ എന്തിനൊക്കെ ഇടുന്ന് കരയണേ? നീയാ? താതൊരു ഫീൽഡ് ഔട്ട് ആയില്ലേ? നീ അതിന് ഫീൽഡിൽ കയറിയിട്ടില്ലല്ലോ ഔട്ടാവാൻ. നമ്മള് കുറച്ച് നാളായിട്ട് ഈ ഫീൽഡിലൊക്കെ തന്നെയാണ്. പന്ത് പറക്കൽക്ക് തോന്നുന്നു ഫീൽഡിലാണ്. താനല്ലേ പന്ത് പറക്കണം. പന്ത് പിടിച്ചടാ. എടുത്തേ എന്നാ നിന്റെ സാധനം. ഇതെന്താ രാത്രി രാത്രി പാലടി അല്ല, രവിയേട്ടന്റെ പാലടിയാ. അതെന്താ രാത്രി ഓടിക്കുന്നേ? നീ രാത്രി ഓടിക്കാൻ രാവിലെ ഓടിച്ചോ? അതിന് രാവിലെ ഇല്ലോ. നീ ഇവിടെ ഒന്ന് രാവിലെ പാലട കുടിക്കുക. ഇവിടെ ആരെങ്കിലും ചത്ത? ഇവിടെ ആരെങ്കിലും ചത്ത പാലട കുടിക്കുക? ഇവന്റെ ആരെങ്കിലും ചത്ത് കഴിഞ്ഞാ പാലട. നിന്റെ അച്ഛൻ ചത്തപ്പോ നീ പാലട വെച്ചിട്ടുണ്ടാ? അതിന് എന്റെ അച്ഛൻ എന്നിട്ട് ആരുമല്ലോ. നീ കാര്യം പറയും. നീയേ ഈ സെൻട്രൽ ജയിലുണ്ടാ? അതെ ഞാൻ കണ്ടിട്ടുണ്ട്.
അതായത് ഈ വിയൂർ സെൻട്രൽ ജയിൽ എന്ന് പറഞ്ഞാൽ ചാക്കോ ഒരു മിനിറ്റ് വന്നേ. അതെ ഇതൊരു ചോദ്യത്തിന് വേളയല്ല. അതിനെക്കുറിച്ച് ആർക്കൊരു ഉത്തരം വേണ്ട ആവശ്യമില്ല. അത് ഞാൻ അതല്ല, ഞാൻ ഇവിടെ മാസി ഉണ്ടാക്കാൻ നോക്കിക്കൊണ്ടിരിക്കുക കേട്ട് ഈ വിയൂര് അല്ലെങ്കിൽ വേണ്ട നമുക്ക് മാറുക്കാം. ഇവനെനിക്ക് പണ്ടൊട്ടേ ഇഷ്ടം. സവേട്ടയില് മരുന്ന് അവിടെ അതൊക്കെ രവിയേട്ടന്റെ ഒരു ട്രിക്കാ. മരുന്നൊക്കെ അതിന്റെ ഉള്ളിലുണ്ടാ. സ്റ്റിക്കറുള്ള ഇല്ലാത്ത വിമലെ ദീപ്തി മേഡം തന്ന ആദ്യ ടാസ്കാ നന്നായി ചെയ്ത വെബ് സീരീസിൽ മേഡത്തിന് പിടിക്കും അല്ല ഇപ്രാവശ്യത്തെ പ്രൊഡക്ഷൻ കൊള്ളാം. ലൈറ്റ് വിമലെ ഇതല്ല മേഡം പറഞ്ഞ സ്ഥലം. വിളിക്കാലേ? അലക്സ് വിളിച്ചു എന്നോട് രാത്രി വിളിക്കരുതെന്ന് പറഞ്ഞു. മേഡം തന്നെ ഈ പണി എങ്ങനെയൊക്കെ ചെയ്ത് നടിമാരൊന്നും കാണില്ലല്ലോ. ആ നിങ്ങളവിടെ എത്തിയോ? അല്ലെങ്കിൽ ജോലി പോവും. മേഡം ഹലോ, ഞങ്ങളോട് എത്തി. ആ നിങ്ങളൊരു കാര്യം ചെയ്യാ, റിസപ്ഷനിൽ പോയിട്ട് പാലട ചോദിക്കുക. പുള്ളിയെല്ലാം നോക്കിക്കോളും. ആ പാലടയെ വളരെ സൂക്ഷിച്ചു കൊണ്ടുവരിക, കേട്ടല്ലോ? പൊന്നുപോലെ നോക്കിക്കോളാം, ഒരു കുഴപ്പമില്ല. ഇവിടെ റിസപ്ഷനിൽ പോയിട്ട് പാലട ചോദിച്ചാ മതി. റിസപ്ഷനില് ഫുഡ് കൊല്ലെടുത്തില്ല. നീ എന്താണ് അലക്സ്? സ്റ്റിക്കർ ഒട്ടിച്ചാൽ അത് ലാബിലുള്ളതാ. അതിപ്പോ സംശയം ചോദിക്കാൻ രവിയേട്ടനെ വിളിച്ച പണി രവിയേട്ടനെ വിളിച്ച പണി പാടും. അതെ ഒരു കാര്യം ചെയ്യാം, നമുക്ക് തുറന്നിട്ടേ ഇങ്ങനെ ഇളക്കാം. അതെ നമുക്ക് ഈ സാധനം പ്ലേറ്റ് ഒഴിക്കാം. പ്ലേറ്റ് ഒഴിച്ചു കഴിഞ്ഞാൽ സാധനം കാണാലോ. പ്ലേറ്റ് വെച്ചാൽ വെള്ള കളറല്ലേ, അതിങ്ങനെ കാണാം. അതൊന്നും ശരിയാവില്ല. ആ നമുക്ക് റോഡിൽ ഒഴിച്ചാ മതി. റോഡ് ബ്ലാക്ക് അല്ലേ, മരുന്ന് പോയിട്ടില്ല, അപ്പൊ കാണാം. എന്റെ രൂപ പക്ഷെ വണ്ടി മൊത്തം സ്ഥലല്ല, പിന്നെന്താ പ്രശ്നം? നമുക്ക് മരുന്ന് കിട്ടിയാ പോരെ. ബുദ്ധി ഇല്ലേ ഇവന്? എന്തേലും ചെയ്. അനിയ ഈ റിസപ്ഷൻ റിസപ്ഷൻ ആയില്ല, കല്യാണം നാളെ. ഇനി അത് നടക്കുമെന്ന് അറിയില്ല. അല്ല പാലട ഇവിടെ പാലടയാ നോൺ വെജ് ആണ്. നാശം നാശം പിടിച്ച. ശരി സുഹൃത്തെ, പൊക്കോളൂ. ആയിക്കോട്ടെ. ഓക്കെ ഒഴിക്കാൻ പോകണ്ട, ഒഴിക്കണ്ട. ഒഴിക്കേ. ദേ ഒഴിച്ചു. അയ്യോ ആ മരുന്ന് കണ്ട രവിയേട്ടന്റെ സൂത്രം കണ്ട, സാധനം കിടക്കണ്ട. ജോസഫേ വണ്ടിയിലല്ലേ മരുന്ന് കയറിപ്പോയത്? എല്ലാം തൊലച്ച് നിറച്ചില്ലല്ലോ confirm ആക്കാം. പറ്റിച്ചവന്മാര്. എക്സ്ക്യൂസ് മീ. പാലട അതറാ ഞാനുണ്ടാ പാലടാ, നീയൊക്കെ ഏതാ? ഒരു മിനിറ്റ്. ഇതിപ്പോ എങ്ങനെ? വിമലെ വളരെ സൂക്ഷിച്ച് ശ്രദ്ധിച്ചു കൊണ്ടുവരിക, കേട്ടല്ലോ? അല്ല ഞങ്ങള് ബൈക്കില് വന്നുള്ളേ. നിങ്ങൾ ഇടയ്ക്ക് വെച്ച് കൊണ്ടുപോവാ. ഇടയ്ക്ക് വെച്ച് കൊണ്ടുവരാനാ? ആ പോത്തിന് പെട്ടി വണ്ടി വിളിക്കണം. പണ്ട് പോലെ നോക്കണെന്ന്. അതിന് ആ, എന്തിന്? വളരെ സൂക്ഷിച്ചിട്ടോ, കേട്ടോ? എന്റെ പാലടയ്ക്കൊന്നും പറ്റരുത്, അത് ഞാൻ പറഞ്ഞേക്കാം. ആ, ആ. നീ സമ്മതിച്ചോ? ഇതിന് എങ്ങനെ കൊണ്ടുപോവാ? ഇതിപ്പോ എത്ര എപ്പിസോഡാ? കൊറേ ഉണ്ടാവും. പിന്നെ ഇനി ഇവിടെ കാവൽ നിക്കാം. മേഡത്തിനും കൂടി വിളിക്കായിരുന്നു.